ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെയും റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലതായിട്ട് പഴുത്ത പഴം ഒക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നും ബ്രെഡും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാല്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട. ഇത്രയും സാധനങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ബട്ടറിന് പകരം നമുക്ക് എണ്ണ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ആ ചെറിയ ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം, ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പഴുത്ത പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. അതിനുശേഷം ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് നമുക്ക് ആ പാല് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുൾ ഒഴിക്കുന്നില്ല, 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ബണ്ണിൻ്റെ മുകളിൽ എഗ് വാഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിത് വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുത്ത് കുഴയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ പൊടി കുറേശ്ശെ ചേർത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ സ്പാറ്റില വെച്ചിട്ടോ എന്തെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത 2 കപ്പ് മൈദ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ബണ്ണിനൊക്കെ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് പൊടിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ഞാൻ ചേർത്തായിരുന്നു. നമ്മളത് ആ ബനാന മിക്സ് ചെയ്ത് വെച്ച സമയത്ത് നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര കൂടി പൊടിച്ച് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. അതിനുശേഷം പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ചെറുതായിട്ട് പൊടികൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇതൊരു ചെറുതായിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവമാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ സാധാരണ നമ്മുടെ കൈ വെച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നനഞ്ഞ തുണിയിട്ട് നമുക്കിത് മൂടി വെച്ച് 2 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് പൊങ്ങി വരാനുള്ള സമയം പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ 2 മണിക്കൂറെങ്കിലും വേണം. ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വെച്ചാൽ മതിയാകും. ഞാനിത് ഏകദേശം 2 മണിക്കൂറോളം വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം, അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെയാണോ മാവ് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവിടോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ മാവ് അതിൻ്റെ മുകളിലേക്കിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഒരുപാടിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തേച്ചൊന്ന് കുഴച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ പല സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കി വെച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം നമുക്കിതിനെ 2 ഭാഗങ്ങളാക്കാം. ഞാൻ 2 രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പോർഷൻ വെച്ചിട്ട് ബണ്ണും ഒരു പോർഷൻ വെച്ചിട്ട് ബ്രെഡുമാണ് ഉണ്ടാക്കുന്നത്. അതിലെ ഒരു പോർഷൻ ഞാൻ മാറ്റി വെച്ചു, ഒരു പോർഷൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഈ ബോർഡിൽ വെച്ചിട്ടൊന്ന് പരത്തുകയാണ്.
ജസ്റ്റ് നമ്മളൊന്ന് ഒരുപാട് നമ്മൾ പരത്തി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കുക. നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുത്ത് അതൊന്ന് ഒട്ടിച്ചു വെക്കാം. ഞാനിത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പം തന്നെ നമുക്ക് പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റൈലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ബ്രെഡായിട്ട് വേണേലും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു 30 മിനിറ്റും കൂടി ഇതൊന്ന് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കാം. കാരണം ഒന്നുകൂടെ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടുത്ത ഇരുന്ന പോർഷൻ ഞാൻ വീണ്ടും എടുത്ത് ഒന്ന് പരത്തി അത് 4 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ചെറിയ ബൺ പോലെ ആക്കാനാണ്. അതുകൊണ്ട് ഞാനിത് ചെറിയ പോർഷനാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഓരോ പോർഷനും നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ച് നമുക്ക് പരത്തി അകത്തേക്ക് മടക്കി നമുക്ക് ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ബണ്ണിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് 4 സൈഡിൽ നിന്നും അകത്തോട്ട് മടക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബ്രെഡും ബണ്ണും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറും കൂടെ ഇരുന്ന് അതൊന്നും കൂടെ ഒന്ന് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് വാഷ് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മുട്ട ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രഷ് വെച്ച് തൂത്ത് എഗ്ഗ് വാഷ് കൊടുക്കാം. ഞാനിവിടെ ഓവനല്ല യൂസ് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. 2 പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലെ സാധാരണ ഉള്ള ഒരു പാത്രവും മറ്റേത് കുക്കറും. രണ്ട് രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ബ്രെഡ് ആ വലിയ പാത്രത്തിലും ബണ്ണെല്ലാം കുക്കറിലുമാണ് വെച്ചത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ ആകുമ്പോഴത്തേനും നമ്മുടെ ബണ്ണ് നല്ലതായിട്ട് ബേക്കായി വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രവും നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ചിലപ്പോൾ ടൈമിൻ്റെ ഡിഫറൻസ് വരും. നിങ്ങളത് ഇടയ്ക്കൊന്ന് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. മുകളിലൊക്കെ ഇതുപോലെ ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബേക്കായിട്ടുണ്ടെന്ന്. ഞാൻ ബേക്ക് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഒരു അല്പം ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബട്ടർ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഡ്രൈ ആവാതെ കുറേ സമയം നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇത് ഇരിക്കും. ഇവിടെ ഈ ബ്രെഡും അതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മളിത് ഒരുപാട് കുഴയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഉപകരണങ്ങൾ ബേക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നും ബ്രെഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് ഗോതമ്പ് വെച്ചിട്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബന്നും ബ്രെഡും ചെയ്ത് നോക്കി. അതും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗോതമ്പ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഗോതമ്പ് വെച്ചിട്ടുള്ള ബ്രെഡും ബന്നും റെഡി ആയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റിയാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ബനാനയും നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ ഒരു ബനാനയാണ് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഡയബറ്റിക് പേഷ്യൻസിന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നും ബ്രെഡും ഒക്കെയാണ്. ഇത് വീറ്റ് ഫ്ലോർ വെച്ച് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് അങ്ങനെയും ബണ്ണുണ്ടാക്കാം. ഞാൻ ബണ്ണ് നമ്മൾ സാധാരണ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെച്ച് അതൊന്ന് ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ബണ്ണാണിത്. ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്. അകത്ത് ആ ചോക്ലേറ്റും കൂടെ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും.
നല്ല ഭംഗിയായിട്ടും സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മധുരം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കണ്ടോ, ചോക്ലേറ്റ് ഒക്കെ അകത്തിരിപ്പുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണിത്. ഈ ബണ്ണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുക്കറിനകത്തോ അല്ലെങ്കിൽ സാധാരണ പാത്രത്തിലോ ഉണ്ടാക്കിയതാണെന്ന് തോന്നത്തില്ല. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണും ബ്രെഡും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.